KR പുരം സീഗഹള്ളിയിൽ ലിവിംഗ് ഇൻ ബന്ധത്തെ എതിർത്തതിന് മാതാപിതാക്കളെയും സഹോദരിയെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ യുവതി പിടിയിലായി. 25-കാരിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ ശ്വേതയെ ആണ് പ്രത്യേകാന്വേഷണ സംഘം പുതുച്ചേരിയിൽ വെച്ച് പിടികൂടിയത്. കേസിലെ മറ്റൊരു പ്രതിയായ ശ്വേതയുടെ കാമുകൻ കെന്നത്തിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ജൂൺ 22-ന് രാത്രി KR പുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സീഗഹള്ളിയിലെ അപ്പാർട്ട്മെന്റിലാണ് നാടിനെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകം നടന്നത്. സോമസുന്ദർ, ഭാര്യ മുത്തുലക്ഷ്മി, മകൾ സുപ്രിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ സോമസുന്ദറിന്റെ മൂത്ത മകൾ ശ്വേതയും ആൺസുഹൃത്ത് കെന്നത്തും ഒളിവിൽ പോവുകയായിരുന്നു. ശ്വേതയ്ക്ക് കെന്നത്തുമായി പ്രണയബന്ധമുണ്ടായിരുന്നു. ഇരുവരും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ശ്വേതയുടെ മാതാപിതാക്കൾ ഈ തീരുമാനത്തെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. ഇതിനു പുറമെ ശ്വേതയ്ക്ക് ഏതാണ്ട് 30 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ഇതേ ചൊല്ലിയും ശ്വേതയും മാതാപിതാക്കളും തമ്മിൽ വീട്ടിൽ രൂക്ഷമായ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ പ്രകോപനങ്ങളാണ് ഒടുവിൽ ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. തിങ്കളാഴ്ച വൈകുന്നേരം ശ്വേതയും കെന്നത്തും അപ്പാർട്ട്മെന്റിലെത്തുമ്പോൾ അമ്മ മുത്തുലക്ഷ്മി മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ശ്വേതയുടെ അച്ഛൻ സോമസുന്ദറും സഹോദരി സുപ്രിയയും പുറത്തു പോയിരിക്കുകയായിരുന്നു. ഈ സമയം അമ്മയും മകളും തമ്മിൽ വീണ്ടും കടുത്ത വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് വെട്ടുകത്തി ഉപയോഗിച്ച് ശ്വേതയും കെന്നത്തും ചേർന്ന് മുത്തുലക്ഷ്മിയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. കൊലപാതകത്തിനു ശേഷം സോമസുന്ദറും സുപ്രിയയും തിരിച്ചെത്തുന്നതിന് മുൻപായി പ്രതികൾ ഇരുവരും ബാത്റൂമിൽ കയറി ശരീരത്തിലെ രക്തക്കറ കഴുകിക്കളഞ്ഞ് കാത്തിരുന്നു. പിന്നീട് സഹോദരി സുപ്രിയ വീട്ടിലേക്ക് എത്തിയപ്പോൾ ശ്വേത അവളെ ശക്തമായി പിടിച്ചുവെക്കുകയും കെന്നത്ത് മാരകമായി വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇതിനുശേഷമാണ് അച്ഛൻ സോമസുന്ദർ വീട്ടിലെത്തുന്നത്. പ്രതികൾ ഇതേ ആയുധം ഉപയോഗിച്ച് സോമസുന്ദറിനെയും ക്രൂരമായി ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അദ്ദേഹം എങ്ങനെയോ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. ഈ ബഹളം കേട്ടെത്തിയ അയൽവാസികളാണ് ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിച്ചത്. എന്നാൽ ഇതിനിടെ മൂവരുടെയും മരണം സംഭവിച്ചിരുന്നു. KR പുരം പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഈസ്റ്റ് പോയിന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിരുന്നു. ശ്വേതയും കെന്നത്തും ബംഗളൂരു നഗരം വിട്ട് അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ കടക്കാൻ സാധ്യതയുള്ളതിനാൽ അതിർത്തികളിൽ പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഇതിനകം ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിവരമുണ്ടെങ്കിലും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതിന് പിന്നാലെയാണ് ശ്വേത ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്.